എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനിയിപ്പോ ഓടിപ്പിടിച്ചു വന്നിരിക്കുന്നതിന് നിങ്ങളുമായിട്ട് ഒരു തോട്ട് പെട്ടെന്ന് തോന്നിയതാണ്. അതൊന്ന് ഷെയർ ചെയ്തിട്ട് പോവാം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാല്, നമ്മളെ എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്, ഇൻസ്പിറേഷന് വേണ്ടിയിട്ട് ഓരോ കഥകൾ പറയാനുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ മാനിഫെസ്റ്റേഷൻ എന്നുള്ള ടെക്നിക്കൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് ഉള്ള ഒരു ടൈമൊക്കെയാണ്. അപ്പൊ ഇതിലെല്ലാം പറയുന്നത് എന്താന്ന് വെച്ചാല്, നമ്മൾ നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് സ്വപ്നം കാണണം, അല്ലെങ്കിൽ ഭാവി കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം, പ്ലാൻ ചെയ്ത് നടപ്പാക്കണം. അപ്പൊ അത് നടപ്പിലാകും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാറ്. നമ്മളെല്ലാവരും നമ്മുടെ ഭാവി കാര്യങ്ങൾ പലതും പ്ലാൻ ചെയ്യാറും നടപ്പിലാക്കാറും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ പെട്ടുപോകാത്തൊരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ ഭാവി പ്ലാൻ ചെയ്യും, ഇങ്ങനെ പോവും നമ്മുടെ ലൈഫ്, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും, നമ്മൾ ഇന്ന കാര്യങ്ങൾ വാങ്ങിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം ചിന്തിക്കും. പക്ഷെ ആ ഭാവിയില് നമ്മുടെ ഒരു സ്പേസ് എവിടെയാ എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ് ഇന്നത്തെ തോട്ട് എന്ന് പറയുന്നത്. ആ സ്പേസ് എങ്ങനെയാ കണ്ടെത്തുന്നത് എന്ന് പറഞ്ഞാല്, നമ്മളിപ്പോ എന്തെങ്കിലും വാങ്ങിക്കുന്നതോ അല്ലെങ്കിൽ ഭാവിയിലാവുന്ന പൊസിഷനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഇതൊന്നുമല്ല ഈ ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ടൈമില് നമ്മുടെ ഒരു മെന്റൽ ഹെൽത്തും നമ്മളൊരു ഫിസിക്കൽ ഹെൽത്തും ഒക്കെ എത്രത്തോളം നമ്മളോട് കൂടി അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നു, എത്രത്തോളം നമുക്ക് വാല്യൂ കൊടുക്കുന്ന ഒരു സ്പേസിലാണ് ഫ്യൂച്ചറിൽ ഉണ്ടാവുക എന്ന് തുടങ്ങിയിട്ട് സ്വയം, അല്ലെങ്കിൽ മീ ടൈം എന്നൊക്കെ പറയുന്നത് പോലെ മീ തിങ്സ്, ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് എത്രത്തോളം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ പറ്റും എന്നുള്ളതാണ് ഭാവിയില് നിങ്ങൾക്ക് നിങ്ങളുടെ റോൾ എന്ന് പറയുന്നത്. അപ്പൊ ആ റോള് കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ. അപ്പൊ അത്രയുള്ളൂ. താങ്ക് യു.